ഹായ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാരമൽ ബനാന പുഡിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം പഴുത്തത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യണം നിർബന്ധമില്ല, നമുക്കിത് മിക്സിയിലോട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു പഴത്തിൻ്റെ ഒരു കാൽ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പുഡിംഗ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു മുട്ട വേണം. പിന്നെ ഇവിടെ കുറച്ച് അമൃതപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടില്ലേ, ഇത് നിർബന്ധമില്ല കേട്ടോ. ഞാനിതിനകത്തോട്ട് ചേർക്കുന്നതാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ റവയോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഓപ്ഷനിലാണ്, ഒട്ടും തന്നെ നിർബന്ധമില്ല. പിന്നെ വേണ്ടുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് എടുക്കുക. ഞാൻ ഇപ്പോൾ എല്ലാം ഇതുപോലൊരു ബൗളിനാണ് എടുത്തേക്കുന്നത്. പഞ്ചസാര നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ പുഡിങ്ങിലോട്ട് ചേർത്ത് കൊടുക്കാനും വേണം. അപ്പോൾ ആ ഒരളവിന് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ അങ്ങനത്തെയൊക്കെ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 100 മില്ലി പാല്, ഇത്രയാണ് നമുക്കിതിനോട്ട് ആവശ്യം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാനില എസൻസോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലൈറ്റായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിനി കാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. കാരമൽ സിറപ്പ് തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്താണെന്ന് വെച്ചാൽ സിറപ്പ് തയ്യാറാക്കി കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തേക്കുന്നത്, കുഴിയുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഇനി സിറപ്പ് തയ്യാറാക്കാം. ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ സിറപ്പ് തയ്യാറായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഉടനെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മളിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ നേന്ത്രക്കായ വട്ടത്തിൽ, അതെടുത്തിട്ട് ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സിയിൽ നമ്മളിനി അടിച്ച് എടുക്കാനായിട്ടൊക്കെ വെച്ചിട്ടില്ലേ പൊടിയും മുട്ടയൊക്കെ, അതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതുപോലെ വെക്കുക. അതിലേക്ക് നമ്മളുടെ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിന് എത്ര മധുരം വേണമെന്നുണ്ട് ആ ഒരു പാകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അമൃതപ്പൊടി, ഇതിലേക്ക് നമുക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ഫ്ലേവറിന് വേണ്ടി എന്താണോ യൂസ് ചെയ്യുന്നത് അതെടുക്കുക. ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച്. നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളത് മിക്സിയിൽ അടിച്ചതുപോലെ പേസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഒരു പാത്രം അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാത്രത്തിലോട്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ജസ്റ്റ് ആവി ഒന്ന് തങ്ങി നിൽക്കാതിരിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം.
ഇത്രയും മതി. ഇനി നമ്മൾ ആവിയിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. നമ്മൾ ഓവൻ്റെ ഒന്നും ഒരാവശ്യമില്ല. സാധാരണ നമ്മൾ വട്ടയപ്പവും കുമ്പളപ്പൊക്കെ ഉണ്ടാക്കി വേവിച്ചെടുക്കില്ലേ, അതേപോലെ ആവി കയറുന്ന ഒരു പാത്രത്തിലോട്ട് നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഒരു 30 മിനിറ്റെങ്കിലും വേണ്ടി വരും ഒന്ന് വെന്തെടുക്കാനായിട്ട്. അപ്പം അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ആവി കയറാനായിട്ട് ഇതുപോലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലോട്ടായിട്ട് നമുക്കത് വെച്ച് കൊടുക്കാം. ഞാനിതിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 30 മിനിറ്റ് വേണ്ടി വരും തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. ഞാനിതിവിടെ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ആയിട്ടുണ്ടോന്ന്. അതേ ഇതുപോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് കുത്തി നോക്കാം. ഓക്കെ, ഇതായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അറ്റത്തൊന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് മതിയാവും. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ആവി പോയിട്ട് ഒന്ന് തണുത്തോട്ടെ. ആ സമയത്ത് നമുക്കൊന്ന് ചുറ്റിനൊന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം കമത്തി നോക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്തിട്ടുണ്ട്. അരികൊന്ന് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചുറ്റിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റ് കൊണ്ട് കമർത്തിയിട്ട് തിരിച്ച് വയ്ക്കാം. എന്നിട്ട് ഒന്ന് മുട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കാരമൽ ബനാന പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.